നമ്മുടെ അനീഷേട്ടനൊന്ന് വയ്യാണ്ടായിരിക്കുകയാണ്. അനീഷേട്ടൻ ഛർദ്ദിച്ചു. നമ്മുടെ ഷാനവാസിക്ക് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അനീഷേട്ടൻ കുറേ നേരം വൊമിറ്റ് ചെയ്ത്, ഫുഡ് ലേറ്റ് ആയതുകൊണ്ടാണോ എന്തിൻ്റെയാണ് മനസ്സിലുള്ള വിഷമം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പുള്ളിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരുമായിരുന്നു. അപ്പം നമ്മുടെ ആദില നൂറ് പെട്ടെന്ന് തന്നെ പോയിട്ട് അനീഷേട്ടൻ്റെ പുറമൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. അതുപോലെ അനുമോളും ആദില നൂറ് എല്ലാം ചെന്ന് പുറം തിരുമ്മി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആദില ചെന്നിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുകയാണ് അനീഷിൻ്റെ കാര്യം. അതിനുശേഷം ബിഗ് ബോസ് അനീഷേട്ടനെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചു. അനീഷേട്ടൻ പിന്നെ ഓക്കെ ആയി തിരിച്ചു വന്നു. ഭക്ഷണം കഴിക്കാൻ ബിഗ് ബോസ് പറഞ്ഞു വിട്ടു. അനീഷേട്ടൻ അവിടെ ചെന്നിട്ട് എന്താണ് ഫുഡ് ഇരുന്നത് അത് എടുത്തുകൊണ്ട് പോയിട്ട് ഓടിച്ചെന്ന് കഴിക്കായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ചപ്പാത്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അനീഷേട്ടൻ അത് എടുത്തുകൊണ്ട് പോയി പെട്ടെന്ന് കഴിച്ചു. അതിനുശേഷം നമ്മൾ അനുമോളും അതേപോലെ ആദില നൂറയൊക്കെ പാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനീഷേട്ടൻ ഇത് കഴിച്ചതുകൊണ്ട് അവർക്ക് വേണമെന്ന് അറിയത്തില്ലെങ്കിൽ അനീഷേട്ടൻ്റെ അടുത്ത് അവർ ചോദിച്ചു. എന്നിട്ട് അതിൽ കൊണ്ട് നമ്മുടെ അനുമോൾ ഉണ്ടാക്കി അതിൽ കൊണ്ട് അനീഷേട്ടന് പാൻ കേക്കൊക്കെ കൊടുത്തു. അതിനുശേഷം അവരിങ്ങനെ ഷാനവാസിക്കയുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അനീഷേട്ടന് നല്ല വിഷമമുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കാരണം ഭക്ഷണം അനീഷേട്ടൻ ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് തന്നെ നിൽക്കുന്നത്. കാരണം ഇവരുടെ ഭാഗത്ത് അനീഷേട്ടൻ ശരിയുള്ള ഭാഗത്ത് അനീഷേട്ടൻ നിൽക്കത്തുള്ളൂ. ആരുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നത് അവിടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അനീഷേട്ടൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട്. പക്ഷേ അനീഷേട്ടൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഓക്കെ ആയിട്ടിരിക്കുകയാണ്.